ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ബെസ്റ്റായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാനിത് തയ്യാറാക്കാനായിട്ട് 2 ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 ആൾക്കുള്ള ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ചിയാ സീഡ്സ് ആണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ചിയാ സീഡ്സ് ഒരു ജാറിലേക്ക് നമ്മൾ ഇടുക. പിന്നെ നെക്സ്റ്റിലേക്കും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ചിയാ സീഡ്സ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മിൽക്കാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ലോ ഫാറ്റ് മിൽക്ക് ഉണ്ടെങ്കിൽ അതെടുക്കുക. അപ്പോൾ നമുക്ക് ഒരാൾക്ക് 1 കപ്പ് എന്നുള്ള അളവിലാണ് നമുക്ക് മിൽക്ക് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ മിൽക്ക് അതിൽ ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നല്ലോണം മിക്സ് ചെയ്യണം. ഒരു 2 മിനിറ്റൊക്കെ നിന്നിട്ട് നല്ലോണം ഇത് മിക്സ് ചെയ്യണം. ഇനി നമുക്കിത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. ഞാനിപ്പോൾ ഇവിടെ നൈറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ നൈറ്റിൽ വേണം ഇത് ചെയ്യാനായിട്ട്. നമുക്ക് ചുരുങ്ങിയതൊരു 4 hours ഇതൊന്ന് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വേണം. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ബനാന, ഒരു മാംഗോ, ഒരു ആപ്പിളും ആണ്. അപ്പം നമ്മളതിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഓവർനൈറ്റ് ചിയ പുഡിങ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പ് തന്നെ നമ്മളിത് നല്ലോണം മിക്സ് ചെയ്യുക. ഇപ്പോൾ നോക്കുമ്പോൾ കുറച്ച് കട്ടയൊക്കെ ആയിട്ട് എടുക്കുന്നുണ്ടാവും. അതൊക്കെ നമ്മൾ കട്ടയൊക്കെ ഉടച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. അല്ലെങ്കിൽ കഴിക്കുമ്പോൾ നമുക്ക് അത്ര ടേസ്റ്റ് തോന്നില്ല. അപ്പോൾ നമ്മൾ നല്ലോണം മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സ്റ്റീവിയാണ്, ഷുഗറിന് പകരമായിട്ട്. സ്റ്റീവിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 0 കലറിയാണ്. അപ്പോൾ ഷുഗർ കട്ടൊക്കെ ഉള്ളവർക്കും അതുപോലെ ഡയബറ്റിക്സ് ഒക്കെ ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുകയാണ് സ്റ്റീവിയ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് സ്റ്റീവിയ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഇതിലേക്ക് ഈക്വലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പംകിൻ സീഡ്സും അതുപോലെ വാട്ടർമെലൺ സീഡ്സും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഹെൽത്തി ഫുഡ്സിൽ സീഡ്സ് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് നമുക്ക്. അപ്പോൾ അതുണ്ടെങ്കിൽ ഇടാൻ ശ്രമിക്കുക. അതുപോലെ ഞാനിപ്പോൾ ഇനി ഒഴിച്ച് കൊടുക്കുന്നത് ഹണിയാണ്. അപ്പോൾ നമ്മൾ ചിയ പുഡിങ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.